ഏകദേശം 3 ലക്ഷം ആളുകൾ താമസിക്കുന്ന ജർമ്മൻ പട്ടണമാണ് മാൻഹൈം. നഗരത്തിലെ പ്രധാന ഷോപ്പിംഗ് സ്ട്രീറ്റായ പ്ലാങ്കഡിലാണ് അക്രമി കാർ ജനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറ്റിയത്. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. നിരവധി കാൽനട യാത്രക്കാർക്ക് പരിക്കേറ്റു. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യതയാണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭീകരാക്രമണം നടത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളുടെ മറ്റു വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പൊതുജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാർണിവൽ സീസൺ പരേഡുകൾക്കായി ജർമ്മനിയിലെ റൈൻലാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നഗരങ്ങളിൽ ജനക്കൂട്ടം തടിച്ചുകൂടുന്നതിനിടയിലാണ് മാൻഹൈമിൽ ഇങ്ങനെയൊരു ഭീകരാക്രമണം അരങ്ങേറിയിരിക്കുന്നത്. കൊളോണിലെയും ന്യൂറംബർഗിലെയും പരിപാടികൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് ഈ വർഷത്തെ കാർണിവൽ പരേഡുകൾക്കായി പോലീസ് അതീവ ജാഗ്രതയിലായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ജർമ്മനിയിലെ മാഗ്ഡെബർഗിലും കഴിഞ്ഞ മാസം മ്യൂണിക്കിലും മാരകമായ രീതിയിൽ ജനങ്ങളിലേക്ക് കാറിടിച്ചു കയറ്റിയുള്ള ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. 2024 മെയ് മാസം മാൻഹൈമിൽ ഭീകരൻ ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. മ്യൂണിക്കിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു കാർ പാഞ്ഞു കയറ്റി 37-കാരിയായ സ്ത്രീയെയും അവരുടെ 2 വയസ്സുള്ള മകളെയും കൊന്ന ഭീകരാക്രമണം നടത്തിയതിന് അറസ്റ്റിലായത് ഫർഹാദ് നൂറി എന്ന അഫ്ഗാൻ അഭയാർത്ഥിയായിരുന്നു. യൂറോപ്പാകമാനം അടിക്കടെ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ ഏറെ ആശങ്കകളാണ് ഉയർത്തുന്നത്. എല്ലാ ഭീകരാക്രമണങ്ങളും നടത്തുന്നതും പിടിക്കപ്പെടുന്നതും അഭയാർത്ഥികളായി യൂറോപ്പിലെത്തിയ കുടിയേറ്റക്കാരാണ്. ജർമ്മനിയിൽ സുരക്ഷ ഒരു പ്രധാന ആശങ്കയായി തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.